എന്താ പറയണ്, എപ്പോഴോ കൊടുത്തതാണ്. ഇത് വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയി റിസൾട്ടൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. സമയം എത്രയെന്ന് ഒരു പിടിയില്ല. നമ്മളിപ്പോ രക്തം പരിശോധിക്കാൻ കൊടുക്കുകയാണെങ്കിലും നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് തരില്ലോ. ഷുഗർ ഇത്രയാ, മറ്റു ഇത്രയാ, മറിച്ച് ഇത്രയെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഇല്ല, ഗൾഫിലേക്ക് പോകണില്ല വിചാരിച്ചാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ ഹോട്ടൽ തുടങ്ങണത്. അത് തുടങ്ങുമ്പോഴേക്കന്നെ 100 നൂലാമാല കേസുകളാണ്. നോക്കട്ടെ. നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. എന്താ വിചാരിച്ചാൽ തുടങ്ങിയത്. ഇനി എന്താ ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ പാടെ കളക്ട് ചെയ്ത് വരുമ്പോഴൊക്കെ എന്താവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങോട്ടന്നെ വരും. ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ. ശരി, ഓക്കെ. സത്യശീലൻ സത്യശീലൻ ഓ ആ ആ നമ്മുടെ നാടിന്റെ ഒക്കെ ഒരു പോക്കേ ഈ ബഡ്ജറ്റും സംഭവമൊക്കെ കഴിഞ്ഞ പിന്നെ പൊതുജനങ്ങളോട് മിണ്ടാൻ പേടിയാകുകയാണ്. എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണക്കാരായ ആൾക്കാരങ്ങനെ പിഴിയാണ്. അവരോട് പറയണത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനാണെന്നാണ്. അതാണ് നമ്മളോട് ഇത്ര ദേഷ്യം. പക്ഷെ സത്യത്തിൽ അതല്ല, അതൊക്കെ അവരുടെ ആർഭാട ജീവിതം കൊണ്ടാണ്. ഇതിലിപ്പോ സാറേ ലാഭ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ, അവർക്കെല്ലാം ഫ്രീ അല്ലേ. അവർക്ക് ട്രെയിനിൽ വെറുതെ പോവാം, ഫ്ലൈറ്റിൽ വെറുതെ പോവാം, ചികിത്സ ഫ്രീ. പിന്നെ അവിടേക്കും ഇവിടേക്കൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ അവർ റെസ്റ്റ് ഹൗസ് വെറുതെ ഉപയോഗിക്കും. തിന്നുക, കുടിക്കുക, ഇതന്നെ അല്ലേ. അതിന്റെയൊക്കെ ചെലവാണ് ഈ ടാക്സ് ആയിട്ട് പിരിക്കണത്. അപ്പൊ ഈ സാധാരണക്കാരുടെ കാര്യം എന്താണ്? അവർക്ക് ഉദ്യോഗസ്ഥരോട് മെക്കിട്ട് കയറാല്ല, മറ്റവരുടെ അടുത്ത് പറയാനും ഒക്കൂലേ. അല്ല സാർ, എന്താ ഇപ്പൊ നമ്മുടെ സത്യശീലന്റെ വെള്ളം പരിശോധിച്ചതിന്റെ റിസൾട്ട് ആയിട്ടുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണ്? അതിൽ ഇക്കോളിന്റെ അംശമുണ്ട്. ഇക്കോളിന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കക്കൂസ് മാലിന്യത്തിന്റെ അംശം ആ വെള്ളത്തിൽ കാണിക്കുന്നുണ്ട്. അയ്യോ, അങ്ങനെ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരാൻ നമ്മൾ അതിൽ കൊണ്ടുപോയി ഇടണമെന്നൊന്നുമില്ല. ആ പരിസരത്ത് എവിടെയെങ്കിലും ബാത്റൂമോ സെപ്റ്റി ടാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ കൂടി അതിൽ വന്ന് ലയിക്കും. ഇല്ലേ ഇതിൽ കാണിക്കേണ്ട റിസൾട്ടില്ലേ. അല്ല, റിസൾട്ട് ചിലപ്പോ മാറിയിട്ടുണ്ടാവും സാറേ, അല്ലാണ്ട് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. ഇല്ല. ഇതേ നമ്മുടെ വെള്ളത്തിന് ഒരു ഘടനയുണ്ട്. അത് 6.5-നും 7.5-നും ഇടയിൽ നിർത്തണം. ഇതിന് മുകളിൽ കൂടിപ്പോയ ആൽക്കലൈൻ വാട്ടർ ആവും, കുറഞ്ഞു പോയ അസിഡിറ്റി വാട്ടർ ആവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ശരി. അപ്പൊ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ വെള്ളത്തിന് കുറവാണ്. നമ്മുടെ വെള്ളത്തിന് കുറവാണ്. അതുമല്ല, വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട്. ഇതിൽ ഇരുമ്പിന്റെ അംശം 3% കൂടുതൽ ആകാനേ പാടില്ല. 3% കൂടുതലുള്ളത് ഉപയോഗിച്ചാൽ നമ്മുടെ നഖം കറുക്കും, മുടി കൊഴിയും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇല്ലാന്നേ, ഒരു പ്രശ്നമില്ല സാറേ. അല്ല, എന്താ സംഭവിച്ചാൽ ഇത് ഇന്നോ ഇന്നലെ കുത്തിയിട്ടുള്ള കിണറല്ല. ഇത് വർഷങ്ങളായിട്ട് ആൾക്കാർ, ആ പ്രദേശത്ത് മൊത്തമുള്ള ആൾക്കാർ അവിടെ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അത് കാലപ്പഴക്കം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 10-60 വർഷമില്ലേ കലോത്സവം നടക്കണം. അവിടെ ഫുഡിന് ഇന്ന് വരെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടാ? പക്ഷെ ഈ കൊല്ലം വിവാദം ഉണ്ടായില്ലേ? ഇത് തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഇതിപ്പോ ഇത്രയും കാലം നിങ്ങൾ പരിശോധിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചപ്പോ ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ കാണാനുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനൊക്കൂല. അല്ല സാറേ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ സമയം വരെ ആ വെള്ളം കുടിച്ചിട്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കതാ മനസ്സിലാവാത്തത്. അല്ലത് ഇത്രയും കാലത്തിന്റെ അല്ല, നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഇക്കോളിന്റെ അംശമുണ്ട്, ഇരുമ്പിന്റെ അംശമുണ്ട്, നമ്മുടെ വാട്ടറിന്റെ ഘടന കൂടുതലുണ്ട്. അപ്പൊ ഇതൊന്നും നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളം ഉപയോഗശൂന്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പോ എന്റെ ഈ ബിസിനസ്സിൽ ആർക്കെങ്കിലും അസൂയുള്ളവര് അവര് കൊണ്ടുവന്ന് കലക്കിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമ്പോൾ അറിയോ? ഇല്ല, അങ്ങനെ കലക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ കാലങ്ങളായിട്ട് ഈ വെള്ളത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആണോ? അല്ലേ. അതുമല്ല, നമുക്ക് ഇവിടുത്തെ റിസൾട്ട് മാത്രം പോരാ, ഒരു 5 ലാബിൽ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് വേണം. ഒരു സ്ഥലത്തുനിന്ന് പോരാ. അല്ല, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പതുക്കെ കണ്ണടക്കാമെങ്കിലും നമുക്ക് ഈ ഇരുമ്പിന്റെ അംശം നമുക്ക് കണ്ണടക്കാൻ പറ്റില്ല. അത് ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പൊ സത്യശീലൻ സാർ ഒരു കാര്യം ഇപ്പൊ ഈ ഹോട്ടലിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ വേറൊരു കിണർ കുത്തിക്കും. വേറെ കിണർ കുത്തി നമുക്ക് അതിലെ വെള്ളം പരിശോധിച്ചിട്ട് ഫ്രഷ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. സാറേ, ഇനിയിപ്പോ ഇത് ഇവിടുത്തെ ഈ ലാബില് എന്തെങ്കിലും ഉപകരണങ്ങൾ പഴകിയോണ്ട് അങ്ങനെ വരില്ല? ഇതൊക്കെ പുതിയ മെഷീനറീസ് ആണ്. നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് അത് പരിശോധിക്കുന്നത്. ഇനിയിപ്പോ ഇത് വേറെ ഏതെങ്കിലും ലാബിൽ ടെസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? എവിടെ ടെസ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. അവര് ടെസ്റ്റ് ചെയ്യും, റിസൾട്ടും തരും. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ അംഗീകരിക്കൂല. നമ്മുടെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ അംഗീകരിക്കുള്ളൂ, നിങ്ങൾക്ക് ലൈസൻസും കിട്ടുള്ളൂ. ഇപ്പൊ ഹോട്ടലിൽ നടത്താൻ ലൈസൻസിന് വേണ്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ കിണറങ്ങോട്ട് കുത്തിക്കോ. എന്താ കിണർ ഒഴിക്കാൻ പറയാനൊക്കെ എളുപ്പമാണ് സാറേ. ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. അതെ അതെ, നമുക്ക് ഹോട്ടലിൽ തുടങ്ങണ്ടല്ലേ. എന്നാ ശരി, ഓക്കെ. എന്തൊരു പൊട്ടനാണ് ഇയാള്.
കേരളത്തിലെ ഏത് വെള്ളം പരിശോധിച്ചാലും ഇതായിരിക്കും റിസൾട്ട്. ഇയാൾക്ക് എന്നെ കണ്ട പോലെ കണ്ടാൽ പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കൂലേ അർക്കീസ്. സത്യേട്ട എന്താ സത്യേട്ടാ? അല്ല ഞങ്ങള് ട്രെയിനിങ്ങിന് പോവാണ്. ആ എന്താ കാര്യം? അതെ എന്നാ ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. എവിടെ നിൽക്കണേ? എന്നാ സത്യേട്ടാ അവിടെ നിന്നോ. ഇതപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇത് പിടിച്ച എന്താ ഒരു പരിപാടി നടക്കില്ലടോ. അതെ ഞങ്ങളെ ട്രെയിനിങ്ങിന് പോലെ. ഇത് ഈ കച്ചവടം പരിപാടി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അതെ ഈ വക പരിപാടികളൊന്നും നടക്കില്ല. ഞാൻ ഇതെല്ലാം കെട്ടിപ്പറക്കിട്ടെ ഞാൻ എന്റെ പാട്ടിന് പോവാണ്. എന്താ നടക്കില്ല? കച്ചവടം നടക്കില്ല, ഒന്നും നടക്കില്ല. എന്താ വെള്ളമൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോയിട്ട് അതൊന്നും ശരിയായില്ല. എന്താ പറഞ്ഞാല്? അവര് പറയണ എന്താ വെച്ചാ വെള്ളത്തില് പിന്നെ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്, പിന്നെ വേറെ എന്താ കക്കൂസ് മാലിന്യത്തിന്റെ അംശങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. പിന്നെ എന്താ കാട്ടുക? അല്ല ഇരുമ്പിന്റെ അംശം ഉണ്ടായി. ഇതിനെ കുറെ കള്ളുടി ഇരുമ്പിന്റെ കുറെ കമ്പിയോ ഇട്ടിനി അതിന്റെ അംശം ഉണ്ടാവും. എത്ര കണക്കിന് ആൾക്കാർ വെള്ളം കുടിക്കണ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇപ്പൊ അവര് പരിശോധിക്കുമ്പോൾ മാത്രം അതിൽ കുഴപ്പമുണ്ടാവണം? അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ ആ സാറ് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. എത്രയോ കാലമായിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ, ആർക്കും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി പറയണത് ചോദിച്ചു ഞാൻ അയാളോട്. അല്ലാണ്ട് ഇപ്പൊ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അങ്ങനെ വിഷമിക്കാണ്ടിരിക്കും, നോക്കട്ടെ. എന്ത് നോക്കണ്? ഞാൻ അയാൾ പറഞ്ഞേക്കാൻ ഇതാണ് നീ പറയണത്. അങ്ങനെ ഇല്ലല്ലോ അത്. മാറ്റിപ്പോകും. ഹലോ, ഞാനാണേ സുഗതന. മറ്റേ ചേട്ടന്റെ മറ്റേ ഹോട്ടലിന് ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ടേ. അതെ, നമ്മുടെ ഈ മറ്റേ വെള്ളം പരിശോധിക്കാൻ കൊണ്ടായിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? അതെങ്ങനെ കിട്ടിയത്? അതെ, 5 സർട്ടിഫിക്കറ്റ് കിട്ടാണ്. 5 അതെങ്ങനെയാ കിട്ടിയത്? അതെല്ലേ? അതെ, നമ്മുടെ സത്യേട്ടനാണ്. നമ്മുടെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൾഫിലൊക്കെ പോയി വന്നിട്ട് നിയമം ഒന്നും അറിയില്ല. അപ്പൊ പേപ്പർ കിട്ടാതെ വിഷമിച്ചിരിക്കുക. ശരി ഞാൻ വിളിക്കാം. കള്ളന്മാരാട്ടോ. എന്താ പറയണത്? വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഇത് കാശ് കിട്ടാൻ വേണ്ടിട്ടാണേ. പൈസക്കോ? അതെയോ? ഈ 5 ലേബിലും കുറേശ്ശെ കാശാണ്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്നാ പിന്നെ അവർക്ക് അത് വാ തുറന്ന് ചോദിച്ചെന്താ കുഴപ്പം? അതെങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കോ? കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. ഇത് സത്യേട്ടനെ ചെയ്യലല്ലേ ഏട്ടാ. ഇപ്പൊ മെയിൻ ആള് വന്നില്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 5 ലാബിലേക്കും വേണ്ടത് ചുരുട്ടിട്ടാണ്ട് കൊടുത്തു നോക്കും. വെള്ളത്തിന് ഒരു കുഴപ്പമുണ്ടാവും. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഇനി ഞങ്ങൾ ക്ലാസ്സിന് പൊക്കോട്ടെ. ഇതെവിടെ ക്ലാസിന്റെ അല്ലേ നിങ്ങൾ പോണത്? അതെ. അതോ നീ മൃതകം വായിക്കാൻ പോണ്? അല്ല, ഈ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലേ ഒരു മാന്യനാന്ന് തോന്നിക്കോട്ടെ. എന്റെ സുഗത ഭക്ഷ്യസുരക്ഷയുടെ ക്ലാസ്സിനാണ് പോണത് അല്ലേ? എങ്ങനെ ഹോട്ടൽ നടത്തണം, എങ്ങനെ ഹോട്ടലിലെ ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അല്ലാണ്ട് ഇതിന് ഈ ഡ്രസ്സിന് ഇങ്ങനെ വിഷയമില്ല അവിടെ. അല്ല, ഈ മനുഷ്യന്റെ മാന്യത വസ്ത്രത്തിലാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എളുപ്പം കിട്ടിക്കോട്ടെ ചെയ്താ. ശരി. പിന്നെ ഒന്നാമത് എനിക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ഇതിപ്പോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോവാ. ഇവനാണ് ആവശ്യം. അല്ല, ഇതെന്താ ഇതെന്താണത്? എന്ത് ക്ലാസ്സിന് പോകും. ഇതെവിടുന്ന് കിട്ടിയ നിനക്കത്? എനിക്ക് പേരും ഷർട്ടൊന്നും ഇല്ലോ. ഞാൻ മന്മതേട്ടന്റെ വീട്ടിലാണ് വില്ലേജ് ഓഫീസർ. ഓറെ വീട്ടിൽ നനച്ചാറിട്ടുണ്ട്. അതിന് കുപ്പായും പാൻറ്റും ഞാൻ ഇട്ടിട്ട്. ഇത് കയ്യൊക്കെ മടക്കി വെക്കി, കയ്യ മടക്കി വെക്കി. ഇതൊന്ന് വൃത്തി മെനക്കായിട്ട് പോന്റെ ഉണ്ണിയെ. എന്റെ കുപ്പായല്ലോ, അപ്പൊ അതുപോലെ കിട്ടൂല നമ്മളെ ബോഡിക്ക് കണക്കായിട്ട്. മതി. ഞാൻ പാന്റ് ഇഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്ക്. കൊടുക്കണ്ടതിന് ഊരിച്ചാടൂല്ല. ക്ലാസ് നടക്കുമ്പോൾ ഊരിച്ചാടി അതിലും വലിയ കുഴപ്പമാണ്. ബെൽറ്റ് ഇല്ലേ? ബെൽറ്റും തിരി അത് അതൊക്കെടാവും. നോക്കോ. എന്നാ ശരി സുധ, പെന്നതാ പോക്കറ്റില് പോ. കേറ്. സമയം വൈകിട്ടാ. നീ കറക്റ്റ് സമയത്ത് ചെന്നില്ല പറഞ്ഞിട്ട് അവിടെ പുറത്ത് നിർത്തും ചിലപ്പോ. എന്താണ്? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോ? അതെ, എനിക്ക് ഒരു 2 ദിവസം ലീവ് വേണമായിരുന്നു. 2 ദിവസം ലീവ് വേണമായിരുന്നു. അപ്പൊ ഇവിടെ ആര്?
ഇല്ല 2 ദിവസത്തെ ഭക്ഷണം ഞാൻ ഒന്നിച്ചാക്കിട്ട് പോയ പോരെ? 2 ദിവസം ഭക്ഷണം നീ ഒന്നിച്ച് വെക്കില്ലേ? അതെ, ഇവിടെയോ? കൊടുക്കേനും വേണ്ടു. എന്റെ തലമണ്ടയിൽ എന്താടാ കളിമണ്ണാണ്? എന്തിനാ നമുക്ക് ലീവ്? പക്ഷെ ഭാര്യനെ കൂട്ടുന്ന ഉത്സവത്തിന് പോടായിരുന്നു മുതലാളി, അത്യാവശ്യം. അന്ന് ഉത്സവത്തിന് നീ വെക്കോ? നീ വെക്കോ പിന്നെ അങ്ങോട്ട് വരണ്ട. അല്ല ഉത്സവത്തെ ചീട്ട് കളിക്കാൻ പോകുന്നത് പോയിട്ടേ കുഴപ്പമില്ല. ഇവിടെ വരും. നിനക്ക് ഇവിടെ നിൽക്കണോ അതോ ചീട്ട് കളിക്കാൻ പോണോ? എനക്ക് ഇവിടെ നിൽക്കണം, എന്റെ തൊഴിലായി. എന്നാ പിന്നെ വെക്കോ. മായം